വർഗീയ ഭാഷണങ്ങൾ നടത്തുന്നവർക്കുള്ള മറുപടി. അതൊന്ന് കേൾക്കാം. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന്, അവർക്കൊരു മാസമോ 2 മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല, അതൊരാദരവോടുകൂടിയാണ് കാണുന്നത്. സുരേന്ദ്ര കേട്ടല്ലോ, പറയുന്നത് ആരാണെന്ന് കേട്ടല്ലോ, ഏത് സ്ഥാപനങ്ങളുടെ തലവനാണ് ഈ പറയുന്നതെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം. അതായത്, ഞാൻ നാളെ കറുപ്പെടുത്ത് സ്കൂളിൽ ചെന്നാൽ മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേറ്റില്ല എന്ന് പറയാതെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ സുരേന്ദ്രനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി. ഇത് സുരേന്ദ്രനുള്ള മറുപടി മാത്രമല്ല, ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഈ മാതിരി വർഗീയതയും നുണകളും വ്യാജ പ്രചാരണങ്ങളുമാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം മാനേജ്മെന്റുകൾക്കെതിരെ, മുസ്ലിം വ്യക്തികൾക്കെതിരെ, ഇസ്ലാമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ഒക്കെ വലിയ വിദ്വേഷ പ്രചാരണം നടക്കുകയാണ്. അതിന്റെയൊക്കെ മുനയൊടിയാണ് ഇപ്പോ. കാരണം ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഹൈന്ദവ വിശ്വാസികളായ വിദ്യാർത്ഥികൾ അവര് ശബരിമലയ്ക്ക് പോകാൻ കറുപ്പെടുത്തു വരുമ്പോൾ ആദരവോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രിയപുത്രനായിട്ടുള്ള AP അബ്ദുൽ ഹക്കീം ഹസ്സരി തന്നെ പറയുകയാണ്. ഇതിനപ്പുറം എന്താണ് മറുപടി വേണ്ടത് നുണപ്രചാരകർക്ക്? ബാക്കി കൂടി കേട്ടോളൂ. വരുന്ന കുട്ടികളുണ്ട്, കുരിശ് ധരിച്ചു വരുന്നവരുണ്ട്. കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു എസൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ, വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരിക എന്ന് വരുമ്പോ അതിന് തടയാറില്ല. സ്കൂളില്, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ, പ്രോസ്പെക്ടസുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി വയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല, ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല. നോക്കുക, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ തീവ്രമായ വർഗീയ പ്രചാരണങ്ങൾ നടത്തി ഒരു വിഭാഗത്തിന് നേരെ കടന്നാക്രമണം നടത്താനുള്ള പല പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഹിജാബ് വിവാദത്തിന്റെ ചുവട് പിടിച്ചിട്ടുള്ള പ്രക്രിയകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി തട്ടമിട്ട് വന്നു, ആ സ്കൂളിന് അതുമായി ബന്ധപ്പെട്ട എതിർപ്പുണ്ട്. അപ്പൊ ആ സ്കൂൾ മാനേജ്മെന്റ് ചോദിക്കുന്നത് എന്താ? അവർ ചോദിക്കുന്നു, ഈ കുട്ടി മാത്രം എന്തിനാ തട്ടമിട്ട് വരുന്നത്? തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. തൊട്ടപ്പുറത്തെ മറ്റൊരു കോൺവെന്റ് സ്കൂളിലേക്ക് ഈ സെന്റ് റീത്ത സ്കൂളിലെ കുട്ടികൾ ചേരാൻ പോവാ, മുസ്ലിം കുട്ടികൾ. അവിടുത്തെ സിസ്റ്റർ പറയുന്നത്, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ അങ്ങനെ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ടെന്നാ. അപ്പോ ഈ സ്കൂളിലെ മാനേജ്മെന്റ്, സെന്റ് റീത്ത സ്കൂളിലെ മാനേജ്മെന്റ് ചോദിക്കുന്ന അതേ ചോദ്യം തിരിച്ച് നമ്മൾ ചോദിക്കണം. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? മറ്റൊരു കോൺവെന്റ് സ്കൂളിലും ഇമാതിരി പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതാണ് വിദ്യാഭ്യാസ മന്ത്രിയും ചോദിച്ചത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ വിഷയത്തിലെ സ്റ്റാൻഡ് കൃത്യമാണ്, അംഗീകരിക്കുന്നു, കൈയടിക്കുന്നു. അതുപോലെ തന്നെ ഈ സുരേന്ദ്രനെ പോലുള്ളവർ നടത്തുന്ന വിദ്വേഷ ഭാഷണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദു വേഷമായി കാവി മുണ്ടും കാവി തലയെക്കെട്ടും കെട്ടിപ്പോകുന്നത്, അത് എന്ത് ഹിന്ദു വേഷവിധാനമാണ്? അത് ഏത് ഹിന്ദുവിന്റെ പുസ്തകത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ഏത് ഹിന്ദു റിലീജിയസ് പ്രാക്ടീസിലാണ് കാവി തലക്കെട്ടും കാവി മുണ്ടുമായിട്ട്? അത് സംഘി തലക്കെട്ടാണ്, അല്ലെങ്കിൽ അത് സംഘി പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ചില നിഷ്ഠകളിലാണ്. അത് ഹൈന്ദവർ മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളണം, അത് ഹിന്ദുത്വത്തിന്റെ അടയാളമാണെന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. കെ സുരേന്ദ്രന്റെ ആ വാർത്താ സമ്മേളനം വളരെ പക്വമായിട്ടാണ് സുരേന്ദ്രൻ നടത്തിയത്. പക്ഷേ അതിൽ ഇങ്ങനെയുള്ള പല 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 പരാമർശങ്ങളുമുണ്ട്. അതൊക്കെ നുണകളാണ്, അതൊക്കെ വ്യാജ നിർമ്മിതികളാണ്. അതിനപ്പുറം കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള, അതായത് സ്കൂളുകളിൽ വരുന്ന കുട്ടികൾ ഒന്ന് തലമറച്ചാൽ, ഒരു തട്ടമിട്ടാൽ പോലും അതിനെ മറ്റുള്ള ആളുകൾ ഭയത്തോടെയും പേടിയോടെയും നോക്കണം. അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള മറ്റു മതത്തിലുള്ള കുട്ടികൾ ഈ വിദ്വേഷം പേറിക്കൊണ്ട് ഒരുപക്ഷെ തട്ടമിട്ട് വന്ന കുട്ടിയുടെ തട്ടം വലിച്ചു കീറാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല അജണ്ടകളും ഇവരുടെ ഉള്ളിലുണ്ടെന്നേ. അതാണ് ഇമാതിരി പറച്ചിലുകൾ പറയുന്നത്. ഇതായാലും അതൊക്കെ ഒറ്റയടിക്ക് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് AP അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ കൂടി കേൾക്കാം. കാരണം അതവരുടെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ്, അതവർ പാലിച്ചുകൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത്.
അങ്ങനെയാണ് വെക്കേണ്ടതും. ക്രിസ്ത്യാനികളും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ പ്രശ്നമാക്കിയെടുത്ത് വർഗീയമായി വൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് ആരോ ശ്രമിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് എനിക്കിവിടുത്തെ എല്ലാ ജാതി മതസ്ഥരോടും ഈ ഭാരതത്തിന്റെ മുഴുവൻ പൗരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ഓരോ മതത്തിനും അതിന്റെ ഒരു രീതി അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നോക്കുക, കൈയടിച്ചു പോവുകയാണ് അദ്ദേഹത്തിന്. കാരണം ഇത്രയും കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാനില്ല, ഒരു കൃത്യമായ തുറന്നു പറച്ചിൽ നടത്താനില്ല. കാരണം ഇത് ജനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളേണ്ട പ്രസംഗമാണ്. കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു PTA യോഗത്തിൽ ഒരു ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ തീരേണ്ട ഒരു വിഷയത്തെ വലിച്ചിട്ട് അത് കേരളം മുഴുവൻ ഒരു വലിയ തോതിലുള്ള വർഗീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു വിഷയമാക്കി വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു സാഹചര്യം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇദ്ദേഹം പറയുന്നത് പോലെ ഈ മുസ്ലിം മാനേജ്മെന്റ്, അത് മർക്കസ് എന്ന് പറയുന്ന ചെറിയ സംവിധാനമല്ല, വലിയ നെറ്റ്വർക്കാണ്. ഇപ്പൊ മർക്കസ് നോളജ് സിറ്റി പോലെ അത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിനപ്പുറം ഒരു വിശദീകരണം വേണ്ട. അപ്പൊ സുരേന്ദ്രൻ എന്താ പറയുന്നത്, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് ഈ പറയുന്ന മറ്റു മതക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മതചിഹ്നങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല. അതായത് മാലയിടാൻ പറ്റില്ല, കുറി തൊടാൻ പറ്റില്ല, കറുപ്പ് കൊണ്ടെടുക്കാൻ പറ്റില്ല, ഇതൊക്കെയാണ് പറയുന്നത്. ഇത് മാത്രമല്ല, കാവി മുണ്ടും കാവി തലക്കെട്ടും ഒക്കെ കെട്ടി പിള്ളേരെ പറഞ്ഞു വിടണമെന്ന് ആഹ്വാനം നടത്തുന്നുണ്ട് പരോക്ഷമായി. അപ്പൊ ഇവര് പറയുന്ന എന്താ, മാന്യമായി ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും അവരുടെ മതപരമായിട്ടുള്ള യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കാറില്ല, അതിലെ ആദരവോടുകൂടിയാണ് കാണുന്നത്. അതാണ് മറുപടി. അങ്ങനെ തന്നെയാണെന്നേ വേണ്ടത്. അല്ലാതെ ഒരു സ്ഥാപനം ഈ സ്കൂളിൽ തട്ടമിടാൻ പാടില്ല, ഈ സ്കൂളിൽ കുറി തൊടാൻ പാടില്ല, ഈ സ്കൂളിൽ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കറുപ്പെടുത്ത് വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് ആ ഭിന്നിപ്പുണ്ടാവുക. കാരണം ഇത്രയും കാലം ആർക്കും അതൊരു പ്രശ്നമല്ല, അങ്ങനെ വന്നോട്ടെ, അവരുടെ വിശ്വാസമാണ് എന്ന് കരുതിയിരുന്ന ഒരു നാട്ടില് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരത്തെ, സൗഹൃദത്തെ ഒക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ ക്യാമ്പയിനുകൾക്ക് വഴിയൊരുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്തായാലും ഈ സുരേന്ദ്രനെ പോലുള്ള പല ആളുകളും ഈ ഒരു വിവാദത്തിന്റെ മറവിൽ അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലുള്ള മറുപടികൾ കൃത്യമായി കിട്ടുന്നതോടുകൂടി